ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിയാക്കി എഫ്ഐആർ ഇട്ടിരിക്കുകയാണ്. 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ദ്വാരപാളിയിലെയും വാതിൽപ്പടിയിലെയും സ്വർണം കടത്തിയതിൽ വെവ്വേറെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. 2 കേസിലും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ദേവസ്വം ജീവനക്കാരും പ്രതികളാകും. വിവരങ്ങളുമായി ശാലിനി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ശാലിനി, ഈ എഫ്ഐആറിന്റെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? നമുക്ക് മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 2 എഫ്ഐആറുകളാണ് ക്രൈംബ്രാഞ്ച് ഏറ്റിട്ടുള്ളത്. ഒന്ന് ഈ വാതിൽപ്പടിയിലെ സ്വർണം മാറ്റിയതുമായി ബന്ധപ്പെട്ട എഫ്ഐആർ, മറ്റൊന്ന് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം മാറ്റിയതുമായി ബന്ധപ്പെട്ട എഫ്ഐആർ. അങ്ങനെ 2 എഫ്ഐആറുകളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 2 എഫ്ഐആറിലും മുഖ്യപ്രതി അല്ലെങ്കിൽ ഒന്നാം പ്രതി എന്ന് പറയപ്പെടുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ ഈ 2 എഫ്ഐആറിലും ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ അടക്കമുള്ളവരും പ്രതികളാകാനുള്ള സാധ്യതകൾ നൽകിക്കൊണ്ടാണ് ഈ എഫ്ഐആറുകൾ ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത. എന്തായാലും വലിയ രീതിയിലുള്ള കുരുക്കിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആദ്യഘട്ടം മുതൽ തന്റെ ഭാഗത്ത് ഒരു രീതിയിലുമുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ചു പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്വർണം കവർന്നിട്ടില്ല എന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ അടക്കം വെല്ലുവിളിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ പ്രതിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ എഫ്ഐആറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിർണായകമായിട്ടുള്ള ആദ്യ എഫ്ഐആർ ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കേസ് എടുത്തിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. നൽകിയിട്ടുള്ള ലഭിച്ചിട്ടുള്ള രേഖകൾ, ഒപ്പം തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ, ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ, രേഖകൾ, ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ 2 എഫ്ഐആർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇട്ടിട്ടുള്ളത്. അത് ഏറ്റവും നിർണായകമാണ്. അതായത് ഇനി ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതാണ് അറിയേണ്ടത്. ഒരു ബംഗളൂരു സ്വദേശിയായ ഒരു വ്യവസായി എന്നതിനപ്പുറം ശബരിമലയുമായി ഇയാൾക്ക് എന്താണ് ബന്ധം? അതുമാത്രമല്ല, ശബരിമലയിൽ ബന്ധമുണ്ടെങ്കിൽ തന്നെ ആരുമായിട്ടുള്ള ബന്ധമാണ്, ഏതൊക്കെ ഉദ്യോഗസ്ഥർക്ക് ഇദ്ദേഹവുമായി ബന്ധമുണ്ട്? മുൻപൊക്കെ നമുക്കറിയാം ശബരിമലയിൽ ചില അവതാരങ്ങളുണ്ട്, അവതാരങ്ങളെ പുറത്താക്കുമെന്നൊക്കെ മുൻ ദേവസ്വം പ്രസിഡന്റുമാരും മന്ത്രിമാരും ഒക്കെ പറഞ്ഞതാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു അവതാരമായിരുന്നോ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ അങ്ങനെ 2 എഫ്ഐആറുകൾ ഈ മണിക്കൂറിൽ വരികയാണ്. നിർണായകമായിട്ടുള്ള 2 എഫ്ഐആറുകളിൽ കൃത്യമായി പറയപ്പെടുന്ന പ്രതി എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഒന്ന് വാതിൽപ്പടിയിലെ സ്വർണം ചെമ്പായി മാറുകയും അതുമായി ബന്ധപ്പെട്ട് കവർച്ച നടത്തിയതിലെ ഒരു എഫ്ഐആർ, മറ്റൊന്ന് ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട് ആ ശില്പത്തിലെ സ്വർണത്തിൽ വന്നിട്ടുള്ള കുറവ്, ആ കുറവിലും വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ മുഖ്യപ്രതിയായി ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാറിയിരിക്കുന്നു. എന്തായാലും 2 എഫ്ഐആറിൻ്റെയും മറ്റ് വിശദാംശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. എന്തായാലും ശബരിമല കേസ് നിർണായകമായ അന്വേഷണ ഘട്ടത്തിലൂടെ പുറത്തു പോകുന്നു. ഒപ്പം തന്നെ ചില നിർണായക രേഖകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. മഹസർ അടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഒരുപക്ഷെ ഈ SIT വളരെ ധൃതി പിടിച്ച് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രധാന പ്രതിയാക്കിക്കൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നതിൽ മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടാകാം. ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് നേർക്ക് ഇത്തരത്തിൽ ഒരു അന്വേഷണവും ചെന്നെത്തരുതെന്ന ഒരു ധാരണ വെച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുന്നത്. ഒരുപക്ഷെ അങ്ങനെ കൂടി സംശയിക്കാം ഈ ഘട്ടത്തിൽ. ശാലിനി. തീർച്ചയായും നീലിമ, അത് തന്നെയാണ് ശബരിമല കർമ്മസമിതി പറഞ്ഞതുപോലെ തന്നെയാണ്. അതിൽ പല ചോദ്യങ്ങളുമുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൽ മാത്രം ഈ ഒരു കേസ് ഒതുങ്ങാനുള്ള ശ്രമങ്ങളാണോ ഈ ഒരു എഫ്ഐആറിന് പിന്നിലെന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. കാരണം 2 എഫ്ഐആറുകളാണ്. 2 എഫ്ഐആറിലും ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് പ്രതിസ്ഥാനത്ത് ഉള്ളത്. അതുതന്നെയാണ് ഒരു ചോദ്യമായി വരികയും ചെയ്യുന്നത്. അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അപ്പുറത്തേക്ക് മറ്റൊരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ മറ്റാളുകളിലേക്കോ പോകരുത് എന്ന് ആരൊക്കെയോ കരുതിക്കൂടി തയ്യാറാക്കിയ ഒരു എഫ്ഐആർ ആണോ എന്നുള്ളൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. കാരണം അന്വേഷണ ഏജൻസി എവിടെ നിന്നുള്ളതാണ് എന്ന് നമുക്ക് തന്നെ അറിയാം. എന്തായാലും കേന്ദ്ര ഏജൻസികൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇനി വരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും കൃത്യമായി അന്വേഷണം നടക്കുമോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണങ്ങൾ ഇനി ഉണ്ടാകും എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും കർമ്മസമിതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മറ്റ് ചില ഉദ്യോഗസ്ഥരെയും മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഈ അന്വേഷണം അതുവഴി വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ സർക്കാർ തലത്തിൽ നിന്ന് നടക്കുന്നു എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന സാഹചര്യം, ഒപ്പം തന്നെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു പശ്ചാത്തലം, നിയമസഭയിലടക്കം പ്രത്യക്ഷ പ്രതിഷേധങ്ങൾ നടക്കുന്നു. ഹൈന്ദവ സംഘടനകളെല്ലാം പൊതുനിരത്തിൽ ഇറങ്ങിക്കൊണ്ടും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും നാമജപ ഘോഷയാത്രകൾ നടത്തുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ളവർ നാമജപ ഘോഷയാത്ര നടത്തുന്നു. കൂടാതെ ഹിന്ദു ഐക്യവേദി അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. അങ്ങനെ എല്ലാ രീതിയിലും സർക്കാരിനെതിരെ പ്രതിഷേധം ആഞ്ഞടിക്കുന്ന സാഹചര്യത്തിൽ ഒരു മുഖം രക്ഷിക്കൽ നടപടിയുടെ ഭാഗമായിട്ടുള്ളതാണോ ഈ എഫ്ഐആർ എന്നുള്ളതാണ്
ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പും അടുക്കാൻ പോകുന്നു. ആ ഘട്ടത്തിൽ ഇപ്പോൾ വളരെ ധൃതി പിടിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കും അതുപോലെ ഏതാനും ജീവനക്കാരിലേക്കും മാത്രം അന്വേഷണം കേന്ദ്രീകരിക്കുകയും മറ്റ് രാഷ്ട്രീയ വൃത്തങ്ങളിലേക്ക്, രാഷ്ട്രീയ കൂട്ടുകെട്ടുകളിലേക്ക് ഒക്കെ ഇത് പോകാതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ.